കണ്ണൂരിൽ അനിശ്ചിതത്വമൊഴിഞ്ഞു. ടി.ഒ. മോഹനന് പൂർണ്ണ പിന്തുണയുമായി കെ സുധാകരൻ. കണ്ണൂർ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് കെ സുധാകരൻ എംപിയും UDF സ്ഥാനാർത്ഥി ടി.ഒ. മോഹനനും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടു. കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ ടി.ഒ. മോഹനനെ ത്രിവർണ്ണ ഷാൾ അണിയിച്ച് സ്വീകരിച്ച സുധാകരൻ തന്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. എന്റെ വാക്ക് ഞാൻ പാലിച്ചു എന്ന പ്രഖ്യാപനത്തോടെയാണ് സുധാകരൻ മോഹനനെ വരവേറ്റത്. കണ്ണൂർ കോർപ്പറേഷൻ മേയർ കൂടിയായ ടി.ഒ. മോഹനൻ സുധാകരന്റെ വീട്ടിലെത്തി അനുഗ്രഹം വാങ്ങിയതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഉയർന്ന അഭ്യൂഹങ്ങൾ സുധാകരന്റെ ഈ നിലപാടോടെ അവസാനിച്ചിരിക്കുകയാണ്. സുധാകരന്റെ സജീവ സാന്നിധ്യം മണ്ഡലത്തിൽ UDFന് വലിയ മേൽക്കോയ്മ നൽകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ 2 തവണയും UDF പരാജയപ്പെട്ട കണ്ണൂർ അസംബ്ലി മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന വലിയ രാഷ്ട്രീയ ദൗത്യമാണ് ടി.ഒ. മോഹനനുള്ളത്. സുധാകരനെ പോലൊരു കരുത്തനായ നേതാവിന്റെ പിന്തുണ ഈ പോരാട്ടത്തിൽ അനിവാര്യമാണെന്ന് മോഹനൻ വ്യക്തമാക്കി. സുധാകരന്റെ സ്നേഹപൂർണമായ ആശ്ലേഷവും അനുഗ്രഹവും തനിക്ക് വലിയ ഊർജമാണ് നൽകുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ പ്രചാരണ പരിപാടികളുടെ ഷെഡ്യൂളും കെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റന്നാൾ രാവിലെ ഇരിക്കൂറിൽ സജീവ് ജോസഫിന്റെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഔദ്യോഗികമായി രംഗത്തിറങ്ങും. തുടർന്ന് ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിലും റോഡ് ഷോകളിലും പൊതുയോഗങ്ങളിലും അദ്ദേഹം സജീവമായി പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ടി.ഒ. മോഹനൻ ഉന്നയിച്ചത്. ബംഗാളിൽ 33 വർഷം കൊണ്ട് സംഭവിച്ച ഭരണ തകർച്ചയേക്കാൾ മോശമായ അവസ്ഥയിലേക്കാണ് കേരളം 10 വർഷം കൊണ്ട് എത്തിയതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ ഭരണകൂടത്തെ മാറ്റുക എന്നതാണ് തങ്ങളുടെ പ്രധാന ദൗത്യമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സുധാകരനുമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നെന്ന വാർത്തകൾ അദ്ദേഹം തള്ളി. ഞാൻ നിന്റെ കൂടെയുണ്ടാകും എന്ന് സുധാകരൻ നേരത്തെ തന്നെ ഉറപ്പു നൽകിയിരുന്നതായി മോഹനൻ വെളിപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനായി ഇന്ന് വൈകുന്നേരം UDF ഉന്നത നേതൃത്വ യോഗം ചേരും. സുധാകരന്റെ സാന്നിധ്യത്തിൽ വിപുലമായ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വിളിച്ചു ചേർക്കാനാണ് മുന്നണിയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.